بسم الله الرحمن الرحيم عم يتساءلون عن النبأ العظيم الذي هم فيه مختلفون كلا سيعلمون ثم كلا سيعلمون ألم نجعل الأرض مهادا والجبال أوتادا وخلقناكم أزواجا وجعلنا نومكم سباتا وجعلنا الليل لباسا وجعلنا النهار معاشا وبنينا فوقكم سبعا شدادا وجعلنا سراجا وهاجا وأنزلنا من المعصرات ماء ثجاجا لنخرج به حبا ونباتا وجنات ألفافا إن يوم الفصل كان ميقاتا ونستهديه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ثم أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധി വിലക്കുകളും ആജ്ഞാനിർദ്ദേശങ്ങളും ജീവിതത്തിൽ പാലിച്ച് തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുവാൻ എന്നെ ഉപദേശിക്കുന്നതോടൊപ്പം എല്ലാവരെയും ഈ ദീനിൻ്റെ പേരിൽ ഉണർത്തുകയും ഉപദേശിക്കുകയുമാണ്. ഇന്ന് നമ്മൾ ഈ മിമ്പറിൽ വളരെ പ്രധാനപ്പെട്ട അതിശ്രേഷ്ഠമായ ഒരു വിഷയമാണ് ഒരു ഖുതുബയായി ശ്രവിച്ചത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് അർത്ഥമാക്കുകയും ആവശ്യപ്പെടുകയും ചെയ്യുന്ന കാര്യങ്ങളെന്ത് എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സത്യദീനിനെ സമ്പൂർണ്ണമായി അവതരിപ്പിച്ചു. ഈ സമ്പൂർണ്ണമായ സത്യദീനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൻ്റെ അടിസ്ഥാനങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. അതേപോലെ അടിസ്ഥാനങ്ങളിൽ സ്ഥാപിക്കേണ്ട കർമ്മങ്ങളും പുണ്യപ്രവൃത്തികളും വിശദീകരിച്ചിട്ടുണ്ട്. അള്ളാഹു അവതരിപ്പിച്ച ഈ സത്യദീൻ അവൻ അവതരിച്ച രീതിയിൽ, നമ്മോട് ആവശ്യപ്പെട്ട രീതിയിൽ
നമ്മൾ പ്രയോഗവൽക്കരിക്കേണ്ടതുണ്ട്. അവർക്കാണ് സ്വീകാര്യത, അവർക്കാണ് ഇഹത്തിലും പരത്തിലും വിജയവും നേട്ടവും. വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീനൻ ഫലൻ യുഖ്ബല മിൻഹു വഹുവ ഫിൽ ആഖിറതി മിനൽ ഖാസിരീൻ. ഇസ്ലാം അല്ലാത്ത ഒരു ദീനിനെ ആരെങ്കിലും ആഗ്രഹിക്കുകയും കാക്ഷിക്കുകയുമാണ് എങ്കിൽ ഫലൻ യുഖ്ബല മിൻഹു, അവനിൽ നിന്ന് സ്വീകരിക്കപ്പെടുകയില്ല. അവനിൽ നിന്ന് കർമ്മങ്ങളാകട്ടെ, അവൻ്റെ പുണ്യപ്രവൃത്തികളാകട്ടെ, ദീനാകട്ടെ, ഒന്നും സ്വീകരിക്കപ്പെടില്ല. വഹുവ ഫിൽ ആഖിറതി മിനൽ ഖാസിരീൻ. ആ വ്യക്തി അന്ത്യനാളിൽ നഷ്ടക്കാരുടെ ഗണത്തിലായിരിക്കും, തികഞ്ഞ നഷ്ടം പറ്റിയവനായിരിക്കും. അപ്പോൾ ഇസ്ലാം അള്ളാഹുവിങ്കിൽ നിന്ന് സമ്പൂർണ്ണമായി അവതീർണമായ ആദർശമാണ്. ആ ആദർശത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല എങ്ങനെയാണോ തൻ്റെ ആദർശത്തെ പഠിപ്പിച്ചത്, പരിചയപ്പെടുത്തിയത്, അറിയിച്ചത്, അவ்விധം അത് പ്രയോഗവൽക്കരിക്കേണ്ടവനാണ് മുസൽമാൻ. ഇസ്ലാമിൽ അതിൻ്റെ ശിലയും അടിസ്ഥാനവും അത് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്തു തൗഹീദാണ്. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്തു തൗഹീദ് അത് അതിശ്രേഷ്ഠ വചനവും ഉത്തമമായ ദിക്റും. ഇസ്ലാം ഒരാളിൽ നിന്ന് സ്വീകരിക്കപ്പെടുവാൻ പ്രഥമമായി അയാൾ പ്രഖ്യാപിക്കേണ്ട മൊഴിയുമാണ്. ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്തു തൗഹീദിൽ ഈ ദുനിയാവിനോട് യാത്രയാവുകയാണ് എങ്കിൽ അയാൾ സ്വർഗാർഹനാണ്. മൻ കാന ആഖിറ കലാമിഹി മിനദ് ദുനിയ ലാ ഇലാഹ ഇല്ലല്ലാ ദഖലൽ ജന്ന. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്തു തൗഹീദ് ഒരാളുടെ അവസാനത്തെ വചനമായാൽ അയാൾ സ്വർഗത്തിൽ പ്രവേശിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്തു തൗഹീദിൻ്റെ കേവല പ്രഖ്യാപനവും മൊഴിയലും മാത്രമാണോ നമ്മളോട് ആവശ്യപ്പെട്ടത്? ഒരിക്കലുമല്ല. പ്രഖ്യാപനമുണ്ടാകണം, അത് ശരിയാവണ്ണം മൊഴിയണം. പക്ഷേ പ്രസ്തുത പ്രഖ്യാപനവും മൊഴിയലും അത് വസ്തുനിഷ്ഠമായി സത്യസന്ധമായി മനസ്സിൽ തട്ടി അതിൻ്റെ ആശയം പേറിക്കൊണ്ടായിരിക്കണം. കേവല മൊഴിയൽ അത് ഒരിക്കലും പര്യാപ്തമല്ല, മതിയായതല്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് റിവായത്ത് ഉദ്ധരിക്കപ്പെട്ട മറ്റു തിരുമൊഴികൾ എങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാ എന്നുള്ളത് ഒരാൾ മൊഴിയണം എന്നുള്ളത് അറിയിച്ചിട്ടുണ്ട്. ചില റിവായത്തുകളിൽ കാണാം സാക്ഷ്യവചനങ്ങളിൽ ഗൈറ ശാക്കിൻ ഫീഹിമ, സന്ദേഹമില്ലാതെ സംശയമൊട്ടുമില്ലാതെ പ്രഖ്യാപിക്കണം എന്നാണ്. ചില റിവായത്തുകളിൽ കാണാം ഖാലിസൻ മിൻ ഖൽബിഹി, ഹൃദയത്തിൽ നിന്ന് ഉയിർക്കൊള്ളണം, നിഷ്കളങ്കമായി നിഷ്കപടമായി അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണം. ചില റിവായത്തുകളിൽ കാണാം സ്വാദിഖൻ മിൻ ഖൽബിഹി, ഹൃദയത്തിൽ നിന്ന് സത്യസന്ധമായി കൊണ്ടാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത് വരേണ്ടത്, പിന്നീട് നാവ് കൊണ്ട് മൊഴിയേണ്ടത്. ചില റിവായത്തുകളിൽ കാണാം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് ഒരാൾ പ്രഖ്യാപിക്കേണ്ടത് യബ്തഗി ബിഹി വജ്ഹല്ലാഹ്, അള്ളാഹുവിൻ്റെ വജ്ഹിനെ കാംക്ഷിച്ചുകൊണ്ട്, അള്ളാഹുവിൻ്റെ പ്രീതിയും അള്ളാഹുവിൻ്റെ പൊരുത്തവും കാംക്ഷിച്ചുകൊണ്ടായിരിക്കണം ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് പ്രഖ്യാപിക്കേണ്ടത്. ചില റിവായത്തുകളിൽ യുസദ്ദിഖു ഖൽബുഹു ലിസാനഹു വലിസാനുഹു ഖൽബഹു, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുമ്പോൾ ഹൃദയം നാവിനെ സത്യപ്പെടുത്തണം, നാവ് ഹൃദയത്തെ സത്യപ്പെടുത്തണം. അങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിക്കുന്ന മുസൽമാനാകണം എന്നുള്ളതാണ്. പറഞ്ഞു വരുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിൻ്റെ കേവല പ്രഖ്യാപനം അതല്ല നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. പ്രത്യുത അർത്ഥമറിഞ്ഞ് പൊരുൾ ഉൾക്കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ തേട്ടവും ആദർശവും അത് ജീവിതത്തിൽ പ്രയോഗവൽക്കരിച്ചു കൊണ്ടുള്ളതായ പ്രഖ്യാപനമാണ് നമ്മളിൽ നിന്ന് ആവശ്യപ്പെട്ടിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാനാണ്. എന്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്?
ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ലാ മഅബൂദ ബിഹഖിൻ ഇല്ലല്ലാ എന്നാണ്. ഇലാഹ് എന്ന് പറഞ്ഞാൽ മഅ്ലൂഹ് എന്നാണ് അർത്ഥം, ആരാധിക്കപ്പെടുന്നവൻ. ഇപ്പം നമ്മൾ കിതാബ് എന്ന് പറയും. കിതാബ് എന്ന് പറഞ്ഞാൽ മക്തൂബ്, എഴുതപ്പെട്ടത് എന്നാണ് അർത്ഥം. കിതാബ് അതേ വസിനിലാണ് ഇലാഹ്, മഅ്ലൂഹ്, ആരാധിക്കപ്പെടുന്നത് എന്നാണ് അതിൻ്റെ അർത്ഥം. ലാ ഇലാഹ ബി ഹഖിൻ, യഥാവിധം യഥാർത്ഥത്തിൽ ആരാധിക്കപ്പെടുന്നവനായി ആരുമില്ല, ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാതെ. അതുകൊണ്ട് യഥാർത്ഥ ആരാധനക്കർഹനായി അല്ലാഹുവല്ലാതെ മറ്റാരുമില്ല എന്നൊക്കെ അർത്ഥം പറയും സാക്ഷ്യവചനത്തിന്. വ്യാജമായി ഇവിടെ ആരാധിക്കപ്പെടുന്നവർ കുറേ ഉണ്ട്. അത് എണ്ണിയാൽ ഒടുങ്ങാത്ത, കല്ലുകരട് കാഞ്ഞിര കുറ്റി മുതൽ മുള്ളുമുരട് മൂർഖൻ പാമ്പ് വരെ കുറേ ഉണ്ട്. പക്ഷേ യഥാർത്ഥ ആരാധ്യൻ അല്ലാഹുവല്ലാതെ മറ്റാരുമില്ല എന്നുള്ളതാണ് ലാ ഇലാഹ ഇല്ലല്ലാ എന്നതിൻ്റെ അർത്ഥം. ആ അർത്ഥം ഉൾക്കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാ എന്നുള്ളത് പ്രഖ്യാപിച്ചാൽ പിന്നെ ലാ ഇലാഹ ഇല്ലല്ലയുടെ തേട്ടം അത് ജീവിതത്തിൽ തെളിയുകയും അതിനനുസരിച്ചുള്ള പ്രവൃത്തികൾ ലാ ഇലാഹ ഇല്ലല്ലയുടെ വാക്താക്കളിൽ നിന്ന് ഉണ്ടാവുകയും ചെയ്യണം. ചില ഉദാഹരണങ്ങൾ ഇന്ന് നമ്മൾ കേട്ടു. ലാ ഇലാഹ ഇല്ലല്ലയുടെ ആശയത്തെ ഹനിക്കുന്ന, അതിൻ്റെ തേട്ടത്തെ തകർക്കുന്ന ആളുകളുടെ ചില കർമ്മങ്ങൾ അത് ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് നിരക്കുന്നില്ല. സാക്ഷ്യവചനത്തിന് യോജിക്കുന്ന പ്രവൃത്തികളല്ല. അതിൻ്റെ ഉദാഹരണങ്ങളാണ് ദുആയുടെ വിഷയത്തിൽ, അതേപോലെ തന്നെ തവാഫിൻ്റെ വിഷയത്തിൽ, അതേപോലെ മാരണക്കാരുടെ വിഷയത്തിൽ, അതേപോലെ ഏലസ് കെട്ടുന്ന നൂല് കെട്ടുന്നവരുടെ വിഷയത്തിൽ ഒക്കെ നമ്മൾ കേൾക്കുകയുണ്ടായത്. അല്ലാഹു അല്ലാത്തവർ ആരാധിക്കപ്പെടുന്ന, ദുആയിരക്കപ്പെടുന്നത് ലാ ഇലാഹ ഇല്ലല്ലയുടെ തേട്ടത്തിന് നിരക്കാത്ത, അതിൻ്റെ കടക്കൽ, ആശയത്തിൻ്റെ കടക്കൽ കത്തിവെക്കുന്ന വലിയ ദുരന്താണ്. നമുക്കറിയാം ദുആ, അതിൻ്റെ മഹത്വം. ഇമാം അഹ്മദ് റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലൈസ ഷൈഉൻ അക്രമ അലല്ലാഹ് മിന ദുആ. അള്ളാഹുവിനെ ആദരിക്കുവാൻ ദുആയോളം മറ്റൊരു കർമ്മല്ല എന്നുള്ളതാണ്. നമ്മൾ അള്ളാഹുവിനെ ആദരിക്കുകയും അള്ളാഹുവിനെ ബഹുമാനിക്കുകയും ചെയ്യുന്നവരാകാൻ നമ്മൾ അള്ളാഹുവിനോട് ദുആയിരന്നാൽ മതി. അതിനോളം ഒരു നല്ല കർമ്മം മറ്റൊന്നില്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. നമ്മൾ അള്ളാഹുവിൻ്റെ ദാസന്മാരായി അള്ളാഹുവിൻ്റെ ദർബാറിന് മുമ്പിൽ മുട്ടുകുത്തി, അല്ലെ അള്ളാഹുവിലേക്ക് വിറകൈകൾ ഉയർത്തി, നിറകണ്ണുകളോട് കൂടി അള്ളാഹുവിന് നേരെ നോക്കി, അള്ളാഹുവിലേക്ക് തങ്ങൾ ആവശ്യക്കാരനാണ്, അള്ളാഹു സർവശക്തനാണ്, നമ്മൾ ശേഷിയില്ലാത്തവർ, ശേഷി കുറഞ്ഞവർ, അള്ളാഹു എല്ലാം കൊണ്ടും ധന്യനാണ്, നമ്മൾ ദരിദ്രരും അള്ളാഹുവിലേക്ക് ആവശ്യക്കാരുമാണ്. ഇങ്ങനെ നമ്മളുടെ കുറവുകളെ സമ്മതിച്ച്, അള്ളാഹുവിൻ്റെ ധന്യത സമ്മതിച്ച് അള്ളാഹുവിന് മുമ്പിൽ പ്രാർത്ഥിക്കുന്നവരായി, ദുആയിരക്കുന്നവരായി നമ്മൾ കഴിയുമ്പോൾ അതാണ് അള്ളാഹുവിനെ ആദരിക്കുവാൻ ഏറ്റവും സുന്ദരമായ, ഏറ്റവും നല്ല കർമ്മം എന്ന് നമ്മുടെ പ്രവാചകൻ നബിയുന മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലമ തങ്ങൾ പറയുന്നു. ഇബ്നു അബ്ബാസ് പറഞ്ഞു, അഫ്ദലു ദുആ അഫ്ദലുൽ ഇബാദ അദ്ദുആ. ഇബാദത്തിൽ ഏറ്റവും ശ്രേഷ്ഠം അത് ദുആയാണ്. ഇതൊക്കെ അറിയിക്കുന്നത് ദുആ എന്ന പുണ്യത്തിൻ്റെ, കർമ്മത്തിൻ്റെ മഹത്വവും അതിൻ്റെ വലിപ്പമാണ്. പക്ഷേ ഈ ഒരു ദുആയുടെ വിഷയത്തിൽ പോലും പലരുടെയും അടിപതറുകയും ചുവട് പിഴക്കുകയും ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അതാണ് ഖതീബ് പറഞ്ഞത്. വിശിഷ്യ ഒരു ദുരിതം വന്നാൽ, ഒരു പ്രയാസം ഉണ്ടായാൽ, ഒരു രോഗം ബാധിച്ചാൽ മനുഷ്യരുടെ അവസ്ഥ മാറി. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയുന്നത്, വൈ യംസസ്കല്ലാഹു ബിദുർരിൻ ഫലാ കാശിഫ ലഹു ഇല്ലാഹു വൈ യംസസ്ക ബിഖൈരിൻ ഫഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. വൈ യംസസ്കല്ലാഹു ബിദുർരിൻ, അല്ലാഹു നിങ്ങൾക്കൊരു ദുരിതം ഏൽപ്പിച്ചാൽ, ഫലാ കാശിഫ ലഹു ഇല്ലാഹു, ആ ദുരിതത്തെ പോക്കാൻ അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല
വിശുദ്ധ ഖുർആനിൽ ഉണർത്തിയ ഒരു യാഥാർത്ഥ്യം. ഒരു ദുരിതം അള്ളാഹു നിങ്ങൾക്ക് എത്തിച്ചാൽ ആ ദുരിതം രോഗമാകട്ടെ, തോൽവിയാകട്ടെ, മനക്ലേശമാകട്ടെ, മറ്റെന്ത് മുസീബത്താകട്ടെ, ഒരു ദുരിതം അള്ളാഹു നിങ്ങളിലേക്ക് എത്തിച്ചാൽ ഫലാ കാശിഫ ലഹു ഇല്ലാഹു, അള്ളാഹു അല്ലാതെ അതിനെ പോക്കാൻ നീക്കാൻ മറ്റാരുമില്ല. വൈ യംസസ്ക ബിഖൈരിൻ, അള്ളാഹു ഒരു നന്മ നിങ്ങൾ കേൾപ്പിച്ചാൽ, നൽകിയാൽ, ഫഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, അള്ളാഹു എല്ലാ കാര്യത്തിനും കഴിവുറ്റവനാണ്, അള്ളാഹു ശക്തനാണ് എന്ന് പറഞ്ഞാൽ അത് തടുക്കാൻ ആരുമില്ല, അത് അയാൾക്ക് ലഭിക്കും എന്നുള്ളതാണ്. അപ്പോൾ ദുരിതം വന്നാൽ ദുരിതം പോക്കുന്നവൻ അള്ളാഹുവാണ് എന്ന് അള്ളാഹു പ്രഖ്യാപിക്കവേ, ഉണർത്തവേ, പഠിപ്പിക്കവേ, ദുരിതം പോക്കാൻ ആളുകൾ അള്ളാഹു അല്ലാത്തവരോട് തേടുന്ന സ്ഥിതിവിശേഷം കാണുന്നു. അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് നിരക്കുന്ന ഏർപ്പാടല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഖുൽ അഫറഅയ്തും മാ തദ്ഊന മിൻ ദൂനില്ലാഹ് ഇൻ അറാദനി അല്ലാഹു ബിദുർരിൻ ഹൽ ഹുന്ന കാശിഫാതു ദുർരി അം ഇൻ അറാദനി അല്ലാഹു ബിദുർരിൻ ഹൽ ഹുന്ന കാശിഫാതു ദുർരി. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആളുകളോട് പറയാണ്, ഖുൽ അഫറഅയ്തും മാ തദ്ഊന മിൻ ദൂനില്ലാഹ്, അള്ളാഹുവോടൊപ്പം നിങ്ങൾ ദുആയിരക്കുന്നവർ, വിളിച്ച് പ്രാർത്ഥിക്കുന്നവർ, അവരെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഇത് ചോദിക്കാൻ പറയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്, ചോദിക്കാൻ പറയാണ് ആളുകളോട്, അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരോട്, നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നവർ, അവരെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇൻ അറാദനി അല്ലാഹു ബിദുർരിൻ, അള്ളാഹു എനിക്കൊരു ഉപദ്രവം ഉദ്ദേശിച്ചാൽ, ഹൽ ഹുന്ന കാശിഫാതു ദുർരി, അള്ളാഹു എനിക്ക് വിധിച്ച ഉദ്ദേശിച്ച ആ ദുരിതത്തെ പോക്കുന്നവരാണോ നിങ്ങൾ ദുആ ഇരക്കുന്നവർ? ഇൻ അറാദനി ബിഖൈരിൻ ഹൽ ഹുന്ന മുംസികാതു റഹ്മതി, അതല്ല അള്ളാഹു എനിക്കൊരു നന്മ ഉദ്ദേശിച്ചാൽ അള്ളാഹുവിൻ്റെ റഹ്മത്ത് എന്നെ തൊട്ട് പിടിച്ചു വെക്കുന്നവരും തടഞ്ഞു വെക്കുന്നവരുമാണോ നിങ്ങൾ ദുആ ഇരക്കുന്നവർ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കണം. വിശുദ്ധ ഖുർആൻ അള്ളാഹു വിധിച്ച നിശ്ചയിച്ച ദുരിതം അത് പോക്കാൻ നിങ്ങൾ ദുആ ഇരക്കുന്നവർക്കാകില്ല. അള്ളാഹു ഉദ്ദേശിച്ച റഹ്മത്ത് അത് തടുക്കുവാനും നിങ്ങൾ ദുആ ഇരക്കുന്നവർക്കാകില്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ആളുകൾ അള്ളാഹു അല്ലാത്തവരോട് ദുആ ഇരക്കുന്നു, അവരുടെ വിഷയത്തിൽ ചിന്തിക്കാൻ വേണ്ടിയിട്ട് പറയാണ്, ആലോചിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ വിളിക്കുകയാണ്, ക്ഷണിക്കുകയാണ്. എന്നിട്ടും ആളുകൾ ദുരിതം വന്നാൽ, ഞെരുക്കം വന്നാൽ, പ്രയാസം വന്നാൽ അള്ളാഹുവിൽ നിന്ന് പിടുത്തം വിട്ട് പടപ്പുകളെ ആശ്രയിക്കുന്ന, വിശിഷ്യ കബറാളികളിൽ അഭയം തേടുന്ന അവസ്ഥ കാണുവാൻ സാധിക്കും. അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് നിരക്കുകയില്ല എന്നതിൻ്റെ പ്രഖ്യാപനമാണ് ഉണ്ടായത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇദാ സഅൽത ഫസ്അലില്ലാഹ്, നീ യാചിക്കുമ്പോൾ അള്ളാഹുവിനോട് യാചിക്ക്. വഇദാ ഇസ്തഅൻത ഫസ്തഇൻ ബില്ലാഹ്, നീ സഹായം തേടുമ്പോൾ അള്ളാഹുവോട് സഹായം തേട്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ അടിസ്ഥാനം അത് മനസ്സിൽ തട്ടുവാനും നിൽക്കുവാനും അത് ഗ്രഹിക്കുവാനും വീണ്ടും വിവരിക്കുകയാണ്. വഅലം, മനസ്സിലാക്കിക്കോ, അന്നൽ ഉമ്മത ലവി ഇജ്തമഅത് അല അൻ യൻഫഉക ബിശൈഇൻ ലം യക്തുബില്ലാഹു ലക് ലൻ യൻഫഉക. ഇബ്നു അബ്ബാസിനോട് റസൂലുള്ളാഹി പറയാണ്, ഉമ്മത്ത് ഒന്നടങ്കം, സമൂഹം ഒന്നടങ്കം നിനക്കൊരു ഉപകാരം ചെയ്യാൻ ഉദ്ദേശിച്ച്, പക്ഷെ ആ ഉപകാരം അള്ളാഹു നിനക്ക് വിധിച്ചിട്ടില്ല എങ്കിൽ ആ ഉപകാരം ചെയ്യാൻ അവർക്ക് സാധിക്കുകയില്ല. ഇതേപോലെ ഉമ്മത്ത് ഒന്നടങ്കം നിനക്കൊരു ദുരിതം ഏൽപ്പിക്കാൻ ഉദ്ദേശിച്ചു, ഒരു ബുദ്ധിമുട്ട് ഏൽപ്പിക്കാൻ ഉദ്ദേശിച്ചു, താങ്കൾക്കെതിരിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ഒരു ദുരിതം എഴുതിയിട്ടില്ല എങ്കിൽ അത് അവർക്ക് ഒന്നടങ്കം ഒത്തുകൂടിയാലും അവർക്ക് ഏൽപ്പിക്കാൻ സാധിക്കുകയില്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇബ്നു അബ്ബാസിനോട് പറഞ്ഞത്. അതുകൊണ്ട് തേട്ടം അള്ളാഹുവിനോട്, സഹായാർത്ഥന അള്ളാഹുവിനോട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു കുട്ടിയായിരിക്കെ ആ കുട്ടിയുടെ മനസ്സിൽ
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കോറിയിടുകയാണ്, പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മുസ്ലിമീങ്ങളിൽ പലരും പരീക്ഷിക്കപ്പെട്ട ഈ ഒരു മഹാ അപകടം, അള്ളാഹു അല്ലാത്തവരുടെ മുമ്പിൽ അള്ളാഹുവോട് തേടേണ്ട കാര്യങ്ങൾ തേടുന്ന, യാചിക്കുന്ന, പ്രാർത്ഥിക്കുന്ന സ്ഥിതിവിശേഷം, ഇത് മഹാ അപകടം. വിശിഷ്യ ഖബറാളികൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖബർ സിയാറത്ത് ഷറആക്കി, ദീനാക്കി. അത് ആദ്യകാലങ്ങളിൽ വിരോധിക്കപ്പെട്ടതാണ്. ഖബർ സിയാറത്ത് ഇസ്ലാമിൽ ആദ്യം വിരോധിക്കപ്പെട്ട സംഗതിയായിരുന്നു. ഖബർ സിയാറത്ത് ചെയ്യാൻ പാടുണ്ടായിരുന്നില്ല. ദീർഘകാലം എന്ന് പറഞ്ഞാൽ മക്ക കാലഘട്ടത്തിൽ 13 വർഷം, പിന്നീട് മദീന കാലഘട്ടത്തിൽ പല വർഷങ്ങൾ, ഏകദേശം 7 വർഷം അല്ലെങ്കിൽ 8 വർഷക്കാലം ഖബർ സിയാറത്ത് വിരോധിക്കപ്പെട്ടിരുന്നു. കാരണം ഖബറുമായി ബന്ധപ്പെട്ടായിരുന്നു ഷിർക്കിൻ്റെ പല വേദികളും. അത് ആയിരുന്നു ഖബർ സിയാറത്ത് വിരോധിക്കപ്പെട്ടത്. ഖബർ സിയാറത്ത് പിന്നീട് അനുവദിച്ചു. എന്തിനാണ് ഖബർ സിയാറത്ത് അനുവദിച്ചത്? അതിൻ്റെ ഹിക്മത്ത് പറഞ്ഞു. അത് കണ്ണിനെ നനയിപ്പിക്കും, കൽബിനെ ലോലമാക്കും, പരലോകത്തെയും മരണത്തെയും ഓർമ്മിപ്പിക്കും. അപ്പം കണ്ണ് കരയുവാനും മനസ്സ് ലോലമാകുവാനും പരലോകത്തെ ഓർക്കുവാനും മരണത്തെ ഓർക്കുവാനും അലാ ഫസൂറുഹ, നിങ്ങൾ ഖബറുകൾ സന്ദർശിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഖബർ സിയാറത്ത് ചെയ്യാൻ ഒരാൾ പോകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ വചനം പഠിപ്പിച്ചു. ആ ദുആ വചനങ്ങൾ ഖബറാളിയോട് തേടാനല്ല, പിന്നെയോ ഖബറാളിക്ക് വേണ്ടി അള്ളാഹുവിനോട് തേടാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. എന്താ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്? അസ്സലാമു അലൈക്കും ദാറ ഖൗമിൽ മുഅ്മിനീൻ. വിശ്വാസികളെ, ഖബറുകളിൽ അന്തിയുറങ്ങുന്നവരെ, അള്ളാഹുവിൽ നിന്നുള്ള സലാം നിങ്ങളിൽ പെയ്തിറങ്ങട്ടെ. ഖബറാളികൾക്കാണ് നിർഭയത്വം ആവശ്യമായിട്ടുള്ളത്. അവരാണ് ഏകാന്തതയിൽ, അവരാണ് വിജനതയിൽ, അവരാണ് മണ്ണിൻ്റെ റൂമിൽ, അറയിൽ, അവരാണ് ഖബറിൻ്റെ ഇരുട്ടിൽ തനിച്ചുള്ളത്. അവർക്ക് അള്ളാഹുവിൽ നിന്നുള്ള സമാധാനം അവിടങ്ങളിൽ പെയ്തിറങ്ങാൻ ദുആ പഠിപ്പിക്കുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അസ്സലാമു അലൈക്കും ദാറ ഖൗമിൽ മുഅ്മിനീൻ. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തുടർത്തി പറയുകയാണ്, വ ഇന്നാ ഇൻഷാ അല്ലാഹ് ബിക്കും ലാഹിഖൂൻ. നമ്മളും നിങ്ങളോടൊത്ത് ചേരാനിരിക്കുന്നവരാണ്. നമുക്കും മരണമുണ്ട്, ഖബറിൽ ജീവിതമുണ്ട്, ഖബറിലേക്ക് എത്തിപ്പെടേണ്ടതുണ്ട്. യഗ്ഫിറുല്ലാഹു ലനാ വലക്കും, നമുക്കും നിങ്ങൾക്കും അള്ളാഹു പൊറുക്കട്ടെ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്യുന്നത്. ഖബറിൽ കിടക്കുന്നവർക്ക് വേണ്ടി അള്ളാഹുവിനോട് പാപമോചനം തേടുവാൻ പഠിപ്പിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. മറ്റൊരു ദുആ വചനത്തിലുള്ളത്, ഖബർ സിയാറത്തിൻ്റെ ദുആയിലുള്ളത്, അസ്അലുല്ലാഹ ലീ വലക്കും അൽ ആഫിയ. അള്ളാഹുവിനോട് എനിക്കും നിങ്ങൾക്കും ആഫിയത്തിന് വേണ്ടി, സൗഖ്യത്തിന് വേണ്ടി ഞാൻ യാചിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ആഫിയത്ത് വേണം, നമുക്കും ആഫിയത്ത് വേണം. സൗഖ്യം, സുഖം അത് നിങ്ങൾക്കും നമുക്കും ഉണ്ടാകാൻ തേടുന്നു എന്നാണ് പഠിപ്പിച്ചത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ദുആ കൊണ്ടാണ് ഖബറുകൾ സന്ദർശിച്ചത്. വേറെ ചില റിവായത്തുകളിൽ കാണാം, അൻതും സലഫുന വനഹ്നു അലൽ അസർ. നിങ്ങൾ ഞങ്ങളുടെ മുൻഗാമികളാണ്, മരണം വരിച്ച് നിങ്ങൾ ഖബറുകൾക്കുള്ളിൽ ഏകാന്തരായി ഞങ്ങളെ മുൻകടന്നെത്തി. ഞങ്ങൾ നിങ്ങളുടെ പിന്നിൽ ഖബറുകളിലേക്ക് വരാനുള്ളവരാണ് എന്നറിയിക്കും വിധം അൻതും സലഫുന വനഹ്നു അലൽ അസർ എന്ന് പറഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖബറത്തിങ്കിൽ വെച്ചിട്ട് ദുആ ചെയ്തത് കാണുവാൻ സാധിക്കും. ഈ ദുആ വചനം ചൊല്ലിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖബറുകളെ സന്ദർശിച്ചത്. നമ്മൾ ഖബറുകൾ സന്ദർശിക്കുമ്പോൾ ഈ ദുആ വചനം ചെല്ലാനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല ചോദിക്കുകയാണ്, ഖബർ സന്ദർശിക്കുമ്പോൾ ഞാൻ എന്താണ് ചൊല്ലേണ്ടത്? ബഖീ ഖബർസ്ഥാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സന്ദർശിച്ച് മടങ്ങി വന്നപ്പോഴാണ് ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹ ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുന്നത്. ആയിഷ റളിയല്ലാഹു തആല ഇത് ചോദിക്കുമ്പോൾ ഖബർസ്ഥാനിൽ സഹാബികൾ മറമാടപ്പെട്ടിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബികളിൽ പലരും മരണപ്പെട്ട് അവരെ മറമാടിയ ഖബർസ്ഥാനാണ് ബഖീഉൽ ഖർഖദ് ഖബർസ്ഥാൻ. അത് സിയാറത്ത് കഴിഞ്ഞിട്ട് വന്നപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഉമ്മുൽ മുഅ്മിനീൻ ചോദിക്കുന്നത്. അപ്പോഴാണ് റസൂലുള്ളാഹി പഠിപ്പിക്കുന്നത് ഇപ്രകാരം, അസ്സലാമു അലൈക്കും ദാറ ഖൗമിൽ മുഅ്മിനീൻ വ ഇന്നാ ഇൻഷാ അല്ലാഹ് ബിക്കും ലാഹിഖൂൻ വ അൻതും സലഫുന വ നഹ്നു അലൽ അസർ യഗ്ഫിറുല്ലാഹു ലനാ വലക്കും.
അസ്അലുല്ലാഹ ലി വലക്കുമുൽ ആഫിയ ലന വലക്കുമുൽ ആഫിയ എന്നൊക്കെ ദുആ ചെയ്യാൻ വേണ്ടിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഖബറിൽ കിടക്കുന്നവർ അവർക്ക് അള്ളാഹുവിൻ്റെ പാപമോചനം ലഭിക്കുവാൻ സന്ദർശകൻ അള്ളാഹിനോട് ദുആ ചെയ്യണം. അവർക്ക് സൗഖ്യമുണ്ടാകണം, സുഖമുണ്ടാകണം. ആ സുഖത്തിന് വേണ്ടി, സൗഖ്യത്തിന് വേണ്ടി അള്ളാഹുവിനോട് തേടണം എന്നാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വഅലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത്. ബഖീ ഖബർസ്ഥാനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇരിക്കുകയാണ്. സഹാബത്തിനോട് തിരുനബി കൽപ്പിക്കുകയാണ്, ഒരു ജനാസ സംസ്കരിക്കവേ എന്താ പറയുന്നത്? ഇസ്തഗ്ഫിറൂ ലി അഖീക്കും, നിങ്ങളുടെ ഈ സഹോദരൻ സഹാബിയാണ്, ആ സഹാബിക്ക് വേണ്ടി നിങ്ങൾ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തി, പാപമോചനത്തിന് വേണ്ടി തേടി. വസ്അലൂ ലഹു തസ്ബീത്ത്, അദ്ദേഹത്തിന് തസ്ബീത്തിന് വേണ്ടി നിങ്ങൾ അള്ളാഹുവിനോട് തേടുവീൻ, സ്ഥൈര്യവും ഉറപ്പും ഉണ്ടാകാൻ വേണ്ടിയിട്ട് തേടി എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത്. ആരുടെ വിഷയത്തിൽ? നമ്മുടെ മുമ്പന്മാരായ, ഇസ്ലാമിൽ വമ്പന്മാരായ സഹാബ കിറാമിന് വേണ്ടിയിട്ട് ദുആയിരക്കാനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിക്കുന്നത്. അപ്പോൾ ഖബറിലുള്ളവർക്ക് വേണ്ടി അള്ളാഹുവിനോട് തേടാൻ കൽപ്പിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വഅലൈഹി വസല്ലം തങ്ങൾ. അതും ഈ ഉമ്മത്തിൽ ഏറ്റവും ശ്രേഷ്ഠന്മാരായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ നിഴലുകളായി വർത്തിക്കുവാൻ അള്ളാഹു അനുഗ്രഹം നൽകിയ സഹാബത്ത്, അസ്സാബിഖൂനൽ അവ്വലൂൻ മിനൽ മുഹാജിരീന വൽ അൻസാർ, മുഹാജിറുകളായ അൻസാരികളായ മുൻപന്മാർ, ഒന്നാമന്മാർ, അവരുടെ വിഷയത്തിലാണ് ഈ പറയുന്നത്. അവർക്ക് വേണ്ടി തേടാൻ, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ, അവർക്ക് സലാമിലൂടെ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുവാൻ ആവശ്യപ്പെടുകയാണ്. പിന്നെ അവരുടെ പിൽക്കാലക്കാരായിട്ടുള്ള ആളുകൾ, അവരുടെ ഖബറുകൾ വരെ സന്ദർശിച്ചിട്ട് ആളുകൾ തൻ്റെ പ്രശ്നങ്ങൾ പറയാണ്. രോഗം മാറ്റാൻ ഖബറാളിയോട്, നഷ്ടപ്പെട്ടത് വീണ്ടും കിട്ടാൻ ഖബറാളിയോട്, നല്ല വിസ കിട്ടാൻ ഖബറാളിയോട്, ജോലി തരപ്പെടാൻ ഖബറാളിയോട്, കുഞ്ഞുണ്ടാകാൻ, വന്ധ്യത നീങ്ങാൻ, മാനസിക ഭ്രമം പോകാൻ, അതേപോലെ ദുഃഖം പോകാൻ, വിഷമം നീങ്ങാൻ ഖബറാളിയോട് ഒക്കെ ഖബറിടത്തിൽ ചെന്നിട്ട് തേടുന്ന മുസ്ലിമീങ്ങളെയാണ് കാണുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ഖബറിൽ അകപ്പെട്ടവൻ, പുറത്തുള്ള വിശ്വാസികൾ തങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ ആവശ്യക്കാരായിട്ടുള്ളവരാണ്. അവരുടെ ഗതി അതാണ്, അവരുടെ അവസ്ഥ ഖബറിനുള്ളിൽ അതാണ്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത്. എന്നിട്ട് തങ്ങളുടെ മുഴുവൻ മുസീബത്തുകളും ദുരിതങ്ങളും അവരോട് ചേടുന്ന, അവരുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന മുസൽമാൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. അവരെങ്ങനെയാണ് അള്ളാഹുവിനെ മനസ്സിലാക്കിയത്? എങ്ങനെയാണ് അവർ ദീനുൽ ഇസ്ലാം മനസ്സിലാക്കിയത്? ജീവിച്ചിരുന്ന നാളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മരണത്തോടടുക്കുകയാണ്. മരണത്തോടടുക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ അവസാന നിശ്വാസങ്ങൾ തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എണ്ണുകയാണ്, വലിച്ചു വിടുകയാണ്. അപ്പോൾ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല എന്നെ പറയാണ്, റസൂലുള്ളാഹി ദുആയിരക്കുന്നത് അല്ലാഹുമ്മ ഗഫിർലി, അല്ലാഹുമ്മ അർഹംനി, അല്ലാഹുമ്മ അൽഹിഖ്നി ബിർ റഫീഖിൽ അഅല. അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇഗ്ഫിർലി, എന്നോട് പൊറുക്കണമേ. അല്ലാഹുമ്മ അർഹംനി, അല്ലാഹുവേ, നിൻ്റെ റഹ്മത്ത് നീ എന്നിൽ അവതരിപ്പിക്കണമേ. അല്ലാഹുമ്മ അൽഹിഖ്നി ബിർ റഫീഖിൽ അഅല, അർ റഫീഖുൽ അഅലയിൽ നീ എന്നെ എത്തിക്കണമേ. റഫീഖുൽ ആല എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ അള്ളാഹുവിങ്കൽ, അല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അത്യുന്നതങ്ങളിൽ ഇല്ലീനിലാണ് മഹത്തുക്കളുടെ ആത്മാവുകളെ എത്തിച്ചിട്ടുള്ളത്. അവിടങ്ങളിൽ നബിമാരുടെ കൂടെ, സിദ്ദീഖീങ്ങളുടെ കൂടെ, ശുഹദാക്കളുടെ കൂടെ, സാലിഹീങ്ങളുടെ കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആത്മാവിനെ എത്തിക്കുവാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിനെ വിളിക്കുകയാണ്. അങ്ങനെ മാതൃക കാണിച്ചു തന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തികൾ ആ അള്ളാഹ് എന്ന് വിളിക്കുന്നതിന് പകരം നേർച്ചക്കാരെ വിളിക്കുന്ന, ശുഹദാക്കളെ വിളിക്കുന്ന, ഷെയ്ഖുമാരെ വിളിക്കുന്ന, മഖാമുകളിൽ, മഖ്ബറകളിൽ, അതേപോലെ ഖബറിടങ്ങളിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന അള്ളാഹുവിൻ്റെ പടപ്പുകളെ വിളിക്കുന്ന സ്ഥിതിവിശേഷം ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. എത്ര പരാജയത്തിലാണ്, എത്ര സങ്കീർണതയും പ്രശ്നത്തിലുമാണ് അത്തരം ആളുകൾ അകപ്പെട്ടിരിക്കുന്നത്. മരണത്തോടടുക്കുന്ന സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മരണവേളയിൽ നടന്ന ഒരു സംഭവം എന്താണത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ മടിയിൽ മാറിൽ തലവെച്ചാണ് കിടക്കുന്നത്. മരണത്തോടനുബന്ധിച്ച് റസൂലുള്ളാഹിൻ്റെ വിയോഗവും അങ്ങനെയാണ്, മരണം അങ്ങനെയാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ദീനം കാണാൻ പലരും വരുന്നുണ്ട്. അപ്പോൾ
ആയിഷ റളിയല്ലാഹു തആലാനയുടെ അറയിൽ ആയിഷ റളിയല്ലാഹു തആലാനയുടെ സഹോദരൻ അബ്ദുറഹ്മാൻ വന്നു. അബ്ദുറഹ്മാൻ വന്നപ്പോൾ അദ്ദേഹം മിസ്വാക്ക് ചെയ്തിട്ടാണ് വന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മിസ്വാക്ക് വളരെ ഇഷ്ടമാണ്, മിസ്വാക്ക് ചെയ്യലെപ്പോഴും. അപ്പോൾ അബ്ദുറഹ്മാൻ മിസ്വാക്ക് ചെയ്യുന്നത് കണ്ടപ്പോൾ റസൂലുള്ളാഹി, ആയിഷമ്മ പറയാണ്, റസൂലുള്ളാഹിനെ ഇങ്ങനെ നോക്കുകയാണ് ആയിഷ റളിയല്ലാഹു തആല അൻഹ. അപ്പോൾ മിസ്വാക്കിലേക്ക് റസൂലുള്ളാഹി നോക്കും, എൻ്റെ മുഖത്തേക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോക്കും, മാറി മാറി നോക്കുകയാണ്. റസൂലുള്ളാഹിക്ക് പറയാൻ കഴിയണില്ല എനിക്ക് മിസ്വാക്ക് ചെയ്യണമെന്ന്, അതിന് പോലും കഴിയണില്ല. ആ സമയത്ത് മരിച്ചിട്ടില്ല, ജീവനുണ്ട്, ബോധമുണ്ട്, പക്ഷേ എനിക്ക് മിസ്വാക്ക് ചെയ്യണം ആയിഷ എന്ന് പ്രിയതമയെ വിളിച്ചൊന്ന് പറയാൻ കഴിയാത്ത അവസ്ഥയിൽ റസൂലുള്ളാഹി കിടക്കുകയാണ്. അപ്പോൾ ഈ നോട്ടം കണ്ടപ്പോൾ ആയിഷമ്മ പറയാണ്, എനിക്ക് മനസ്സിലായി റസൂലുള്ളാഹിക്ക് മിസ്വാക്ക് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ഞാൻ ചോദിച്ചു, റസൂലെ നിങ്ങൾക്ക് മിസ്വാക്ക് ചെയ്യണോ? അപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആക്ഷനിലൂടെ, ആംഗ്യത്തിലൂടെ അതെ എന്ന് കാണിച്ചു, പറയാൻ വയ്യ. അപ്പോൾ ആയിഷ റളിയല്ലാഹു തആല അബ്ദുറഹ്മാൻ്റെ കയ്യിൽ നിന്ന് മിസ്വാക്ക് എടുത്ത് അദ്ദേഹം ഉപയോഗിക്കാത്ത ഭാഗം, മിസ്വാക്കിൻ്റെ മറ്റേ ഭാഗം തൻ്റെ ദന്തങ്ങൾ കൊണ്ട് ചതച്ച് അത് സമപ്പെടുത്തി ശരിപ്പെടുത്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മിസ്വാക്ക് ചെയ്തു കൊടുക്കുകയാണ്. അതൊരു ഊറ്റമായി, അഭിമാനമായി. പിന്നീട് ആയിഷമ്മ പറയാണ്, തിരുനബിയുടെ വിയോഗ സമയം എൻ്റെ ഉമനീരും റസൂലുള്ളാഹിൻ്റെ ഉമനീരും ഒത്തുചേരുകയുണ്ടായി, ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മിസ്വാക്ക് ചെയ്തു കൊടുക്കുകയുണ്ടായി എന്ന് ആയിഷമ്മ പറയാണ്. ഈ ഒരു ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ ഇതിൽ വരികളിൽ നമ്മൾ വായിക്കേണ്ടത് എന്താണ്? മരണം വരിക്കും സമയമെടുത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവശനാണ്, രോഗത്തിലാണ്. അപ്പോൾ വരെ തൻ്റെ ഒരാവശ്യം പറഞ്ഞ് അത് സാധിക്കുവാൻ കഴിയാത്ത വിധം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അശക്തനാണ്, കഴിയാത്ത അവസ്ഥയിലാണ്. ആ തിരുനബി വഫാത്തിന് ശേഷം എല്ലാവരുടെയും ആവശ്യങ്ങൾ നേടിക്കൊടുക്കുന്ന, എല്ലാവരുടെയും മുറാദുകൾ ഹാസിലാക്കി കൊടുക്കുന്ന, എല്ലാ ആഗ്രഹങ്ങൾക്കും സഫലീകരണം പറയുന്ന പ്രവാചകനായി റസൂലുള്ളാഹിൻ്റെ ഖബറിൽ ചെന്നിട്ട്, ഖബറിനടുത്ത് ചെന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം തേടുന്ന, ചോദിക്കുന്ന ഒരു സ്ഥിതിവിശേഷമെന്ന് പറഞ്ഞാൽ അത് പൂർവികർ മനസ്സിലാക്കിയിട്ടുണ്ടോ? സഹാബത്ത് മനസ്സിലാക്കിയിട്ടുണ്ടോ? എത്രയെത്ര വിഷയങ്ങൾ തിരുവിയോഗാനന്തരം ഈ ജസീറയിൽ അരങ്ങേറി, എത്രയെത്ര പ്രശ്നങ്ങൾ, സഹാബികൾക്കിടയിൽ പ്രശ്നങ്ങൾ, ഒരു ഖലീഫയെ തിരഞ്ഞെടുക്കുന്ന വിഷയത്തിൽ പ്രശ്നം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എങ്ങനെ കുളിപ്പിക്കണമെന്ന വിഷയത്തിൽ പ്രശ്നം, എവിടെ മറമാടണമെന്ന വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസം. അതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിയോഗാനന്തരം നബി കുടുംബത്തിലെ മെമ്പർമാർക്ക് റസൂലുള്ളാഹിൻ്റെ സ്വത്തിൽ അനന്തരമുണ്ടോ ഇല്ലേ, അനന്തരാവകാശ സ്വത്ത് ഉണ്ടോ ഇല്ലേ എന്ന വിഷയത്തിൽ പ്രശ്നം. ആ പ്രശ്നം അല്പം രൂക്ഷമായൊരു വിഷയം കൂടിയാണ്. ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ റസൂലുള്ളാഹിന്റെ അനന്തര സ്വത്ത് ചോദിക്കുകയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനോട്. അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ആയിഷയോട് ഫാത്തിമയോട് പറയാണ്, നബിമാരെ അനന്തരം എടുക്കാൻ പാടുള്ളതല്ല, നബിമാരുടെ അനന്തര സ്വത്ത് മുഴുവൻ സദഖയാണ്, എൻ്റെ സ്വത്തിൽ നിന്ന് എന്ത് വേണമെങ്കിലും ഫാത്തിമയ്ക്ക് തരാൻ ഞാൻ തയ്യാറാണ്, പക്ഷേ റസൂലുള്ളാഹിൻ്റെ സ്വത്ത് തരാൻ പറ്റൂല. അത് കേട്ട മാത്രയിൽ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയ്ക്കുണ്ടായ വിഷയങ്ങൾ, പ്രയാസങ്ങൾ, ചരിത്രത്തിലെ ചില വിഷയങ്ങൾ, ഇതൊക്കെ വലിയ വലിയ പ്രശ്നങ്ങളായിരുന്നു. അതിനപ്പുറം പല പ്രശ്നങ്ങളും ഉമറിൻ്റെ ഖിലാഫത്തിലുണ്ടായി, ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ ഖിലാഫത്തിലുണ്ടായി, അലിയാരുടെ ഖിലാഫത്തിലുണ്ടായി, മുസ്ലിമീങ്ങൾക്കിടയിൽ വലിയ യുദ്ധങ്ങൾ വരെ ഉണ്ടായി. ഒരു പക്ഷം ആയിഷ റളിയല്ലാഹു തആലയോടൊപ്പമാണെങ്കിൽ മറുപക്ഷം അലിയാരോടൊപ്പം. ഇത്തരം പ്രശ്നങ്ങളൊക്കെ വന്നപ്പോൾ ഈ സഹാബികൾ അവർക്ക് റസൂലുള്ളാഹിൻ്റെ ഖബറിനടുത്ത് ചെന്ന് ചോദിച്ചാൽ പോരായിരുന്നോ? തീർപ്പായില്ലേ? യുദ്ധമുണ്ടാകുമോ? മുസ്ലിമീങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ട് പ്രശ്നം ഉണ്ടാകുമോ? കാലങ്ങളിൽ നിലനിൽക്കുന്നതായ അഭിപ്രായ ഭിന്നതയും ചേരിതിരിവും മുസ്ലിമീങ്ങൾക്കിടയിൽ സംജാതമാകുന്ന വിഷയങ്ങളുണ്ടായിട്ടും സഹാബികൾ റസൂലുള്ളാഹിൻ്റെ ഖബറിൻ്റെ അടുത്ത് ചെന്നിട്ട് ചോദിച്ചോ? ഈ ചരിത്രമൊക്കെ അറിയുന്ന മുസ്ലിമീങ്ങൾ എന്തുകൊണ്ട് ആലോചിക്കുന്നില്ല? എന്നിട്ടും ചില ദുർബലമായ റിവായത്തുകളുടെ അകമ്പടിയിൽ ഒരു അറാബി വന്നില്ലേ, ഒരു കണ്ണുപൊട്ടനായ ഒരാൾ വന്നില്ലേ, എന്നിട്ട് ഖബറിൻ്റെ അവിടെ നിന്നില്ലേ, ഇങ്ങോട്ട് മനാമിൽ കണ്ടില്ലേ, സ്വപ്നം ഇങ്ങനെയാണ്. എന്നിട്ടും അതന്നാണ് പറഞ്ഞ് അപ്പോൾ റസൂലുള്ളാഹിനോട് ചോദിക്കാം, ആവശ്യങ്ങൾ തേടാം, പറയുന്നതിൽ പ്രശ്നം ഇങ്ങനെ. എന്നാൽ ഈ കണ്ണിൽ തെളിയുന്ന വലിയ വലിയ സംഭവങ്ങൾ മുഖ്യന്മാരായ പ്രമുഖന്മാരായ സഹാബികൾ ജീവിച്ച നാളിൽ അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി ഇവരൊന്നും ചെയ്യാത്ത കാര്യങ്ങൾ നിഗമനത്തിലൂടെ, അതേപോലെ സങ്കല്പത്തിലൂടെ, സാധർമ്മ്യത്തിലൂടെ, ഖിയാസിലൂടെ ആളുകൾ തെളിവായി എടുത്ത്
അള്ളാഹു അല്ലാത്തവരോട് അള്ളാഹുവോട് മാത്രം ചോദിക്കേണ്ട വിഷയങ്ങൾ ചോദിക്കുന്നതായ ദുസ്ഥിതിയാണ് സഹോദരന്മാരെ നമ്മൾ കാണുന്നത്. അള്ളാഹു അല്ലാത്തവരോട് തേടുന്ന വിഷയം ദുആയിരക്കുന്നതായ വിഷയം. അതുകൊണ്ടാണ് ഖതീബ് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്ത് തൗഹീദിന് നിരക്കാത്ത പ്രവൃത്തികൾ പലരുടെയും കയ്യിലുണ്ട്. അതിൽപ്പെട്ടതാണ് ദുആ എന്ന് ഉണർത്തുകയും പറയുകയും ഉണ്ടായത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് നമുക്കുള്ള വക്കീൽ. നമ്മളോട് പറഞ്ഞത് ഹസ്ബി അല്ലാഹ്, എനിക്ക് അല്ലാഹു മതി, വനിഅമൽ വക്കീൽ. കാര്യങ്ങളെ ഏൽപ്പിക്കുവാൻ ഏറ്റവും ഉത്തമൻ അല്ലാഹു ആകുന്നു. വഅലല്ലാഹി ഫല്യതവക്കലിൽ മുഅ്മിനൂൻ, മുഅ്മിനീങ്ങൾ അവർ അല്ലാഹുവിൽ തവക്കുലാക്കട്ടെ. ദുരിതം വന്നാൽ, രോഗം വന്നാൽ, ഞെരുക്കമുണ്ടായാൽ, കടം കൊണ്ട് പൊറുതിമുട്ടിയാൽ ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലാണ് ആളുകൾ ആശ്രിതരാകേണ്ടത്. ആ അല്ലാഹുവിനോടാണ് ആളുകൾ ദുആയിരക്കേണ്ടത് എന്ന ഉപദേശമാണ് നമ്മളിവിടെ അതോടൊപ്പം കേൾക്കുകയുണ്ടായത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദിൻ്റെ തേട്ടത്തിന് നിരക്കാത്ത മറ്റൊരു പ്രവൃത്തിയാണ് ആളുകൾ ക്ഷുദ്ര വസ്തുക്കളിൽ തങ്ങളുടെ മോഹങ്ങൾ ബന്ധിപ്പിക്കുന്നത്, തങ്ങളുടെ പ്രയാസങ്ങൾ പോകാൻ ആശ്രിതരാകുന്നത്. ക്ഷുദ്ര വസ്തുക്കൾ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശം ആളുകൾ ശരീരങ്ങളിലും മറ്റുമൊക്കെ കെട്ടുന്ന നൂലുകളും അതേപോലെ ഏലസുകളും കൂച്ചുകളും ഉറുക്കുകളുമൊക്കെയാണ്. കണ്ണേറ് ബാധ ഏൽക്കാതിരിക്കാൻ, അതേപോലെ തന്നെ പൈശാചിക ബാധ ഏൽക്കാതിരിക്കാൻ, അതേപോലെ ഇതര രോഗങ്ങൾ വരാതിരിക്കാൻ ചിലർ നൂല് കെട്ടും, ചിലർ ഏലസ് കെട്ടും. അത് വാഹനത്തിൽ കെട്ടുന്നവരുണ്ട്, അതേപോലെ തന്നെ ശരീരങ്ങളിൽ കെട്ടിബന്ധിക്കുന്നവരുണ്ട്. കുട്ടികളുടെ കഴുത്തിൽ, അതേപോലെ തന്നെ അരയിൽ, അതേപോലെ കൈത്തണ്ടയിൽ, ഇങ്ങനെയൊക്കെ വീടിന് ഇതൊക്കെ പലരിലും കാണാൻ സാധിക്കും. യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ ശക്തമായിട്ടാണ് ഈ വിഷയത്തിൽ തന്നെ നിലപാട് വ്യക്തമാക്കിയിട്ടുള്ളത്. ഇന്ന് നമ്മൾ കേട്ടു ഇമാം അഹ്മദ് ഉഖബത്ത് ഇബ്നു ആമിർ റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഒരു സംഭവം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഖം കാണിക്കാൻ ഒരു റഹ്ത്ത് വന്നു, ഒരു സംഘം ആളുകൾ വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്ക് ബൈഅത്ത് ചെയ്തു. എങ്ങനെ ബൈഅത്ത്? ആണുങ്ങളോടുള്ള ബൈഅത്ത് റസൂലുള്ളാഹിൻ്റേത് അനുസരണ പ്രതിജ്ഞ അത് കൈ കൊടുത്തിട്ടാണ്. റസൂലുള്ള ഷെയ്ക്ക് ഹസ്തദാനം ചെയ്യും. ഓരോരുത്തരെയും റസൂലുള്ള ഹസ്തദാനം ചെയ്തിട്ടാണ് അവരിൽ നിന്ന് ബൈഅത്ത് സ്വീകരിക്കുക. സ്ത്രീകളാകുമ്പോൾ റസൂലുള്ള ഹസ്തദാനം ചെയ്യില്ല, വാക്കാൽ ബൈഅത്ത് ചെയ്യും. അങ്ങനെ ഈ സംഘം വന്നപ്പോൾ എല്ലാവർക്കും റസൂലുള്ള കൈ കൊടുത്ത് ബൈഅത്ത് ചെയ്തു. ഒരാൾ വന്നപ്പോൾ റസൂലുള്ള കൈ വലിച്ച് ബൈഅത്ത് ചെയ്തില്ല, കൈ കൊടുത്തില്ല. അപ്പോൾ അതൊരു വിഷയമായി. റസൂലെ 9 ആൾക്ക് നിങ്ങൾ കൈ കൊടുത്തിട്ടാണ് അവരിൽ നിന്ന് ബൈഅത്ത് സ്വീകരിച്ചത്, ഇയാളിൽ നിന്ന് നിങ്ങൾ കൈ വലിച്ചു, എന്താണത്? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അയാളുടെ ശരീരത്തിൽ ഒരു ഏലസുണ്ട്, തമീമത്തുണ്ട്, അതുകൊണ്ടാണ് കൈ വലിച്ചത്. അങ്ങനെ ആ വ്യക്തി തൻ്റെ കൈ കൊണ്ട് ആ ഏലസ് എറിഞ്ഞ് മാറ്റി, പൊട്ടിച്ച് എറിഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയാൾക്ക് ബൈഅത്ത് ചെയ്തിട്ട് റസൂലുള്ള പറഞ്ഞത്, മൻ തഅല്ലക തമീമതൻ ഫഖദ് അശ്റക്, വല്ലവരും ഏലസ് കെട്ടിയാൽ അവൻ ശിർക്ക് ചെയ്തിരിക്കുന്നു എന്നാണ്. തമീമത്ത് ഉദ്ദേശങ്ങളുടെ പൂർത്തീകരണത്തിന്, ആവശ്യങ്ങളുടെ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ടുള്ള ആളുകൾ കെട്ടുന്ന വസ്തുക്കളാണ്. ആ ഉദ്ദേശലബ്ധി ചിലപ്പം ദുരിതം പോകലാകാം, ചിലപ്പോൾ കണ്ണേർ ഇതൊക്കെ ബാധിക്കാതിരിക്കലായി, അല്ലെങ്കിൽ മറ്റ് പ്രയാസങ്ങൾ ഏൽക്കാതിരിക്കലായി, എന്തായാലും അത് നൂലായി, അത് അതേപോലെ തന്നെ ഈ കടലാസിൽ എഴുതി കെട്ടലായി, അതേപോലെ തന്നെ പിച്ചളയിൽ വാർത്ത് ഉണ്ടാക്കലായി, ഇങ്ങനെ പല രീതിയിലുണ്ട്. കൂടാക്കി അതിൽ ഏലസ് തയ്യാറാക്കുന്നവരുണ്ട്. ഏതായാലും ചിലർ ഈ മൃഗങ്ങളുടെ പല്ലൊക്കെ ഉപയോഗിച്ചിട്ടായിരിക്കും, ചിലർ തോലുകൊണ്ടായിരിക്കും ഏലസൊക്കെ ഉണ്ടാക്കുന്നത്. എന്തായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, മൻ തഅല്ലക തമീമതൻ ഫലാ അതമല്ലാഹു ലഹു, ഏലസ് കെട്ടുന്നവരുടെ ആവശ്യം അള്ളാഹു അവർക്ക് പൂർത്തീകരിക്കാതിരിക്കട്ടെ. അത് റസൂലുള്ള അവർക്ക് എതിരിൽ നടത്തിയ ദുആയാണ്. ഏലസ് കെട്ടുന്നവരുടെ ആവശ്യം അള്ളാഹു പൂർത്തീകരിക്കാതിരിക്കട്ടെ എന്നുള്ളത്. അതുകൊണ്ട് അത്തരം വസ്തുക്കൾ അതും മുസൽമാന് പാടുള്ളതല്ല.
കാരണം അത്തരം വസ്തുക്കളിലാണ് അള്ളാഹുവിൽ അർപ്പിക്കേണ്ട പ്രതീക്ഷകൾ ആളുകൾ അർപ്പിക്കുന്നത്. അള്ളാഹുവിൽ നിന്ന് ലഭിക്കേണ്ടതായ കാര്യങ്ങൾ ഈ വസ്തുക്കളിലാണ് ആളുകൾ കാക്ഷിക്കുന്നത്. അതുകൊണ്ടാണ് അതിനെ അക്കവാടം തന്നെ കൊട്ടിയടക്കും വിധം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ വിധം പ്രതികരിക്കുകയും അതേപോലെ തന്നെ പറയുകയും ചെയ്തിട്ടുള്ളത്. മാരണം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദിന് നിരക്കാത്ത കുഫ്റാണ്. പല മുസ്ലിമീങ്ങളും മാരണപ്രവൃത്തികളിൽ വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു. മാരണക്കാരെ സമീപിച്ചും മാരണപ്രവൃത്തികൾ ചെയ്തും മാരണപ്രവൃത്തികളിൽ വിശ്വാസമർപ്പിച്ചും പലരും പരീക്ഷിക്കപ്പെട്ടിരിക്കുന്നു. മരണം കുഫ്റാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വത്തബഉ മാ തത്ലു ശയാത്തീനു അലാ മുൽക്കി സുലൈമാൻ വമാ കഫറ സുലൈമാൻ വലാകിന്ന ശയാത്തീന കഫറു യുഅല്ലിമൂന അന്നാസ സിഹ്ർ എന്നാണ്. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ രാജഭരണം നടന്നിരുന്ന കാലഘട്ടത്തിൽ പിശാചുക്കൾ ചില കിംവദന്തികൾ പറഞ്ഞു പരത്തി. അദ്ദേഹം മാരണത്തിൻ്റെ പ്രയോക്താവാണെന്ന രീതിയിലുള്ള പ്രചരണങ്ങൾ ചരിത്രത്തിൽ കുറേ വിഷയങ്ങൾ കാണാൻ സാധിക്കും. പക്ഷേ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിശ്വാസിയായിട്ടില്ല. കാരണം അദ്ദേഹം മാരണപ്രവൃത്തി ചെയ്തിട്ടില്ല. പിശാചുക്കൾ മാരണപ്രവൃത്തി ചെയ്ത്, അതുകൊണ്ട് തന്നെ പിശാചുക്കൾ കുഫറിലകപ്പെട്ട്, പിശാചുക്കൾ എന്ന് പറഞ്ഞാൽ ജിന്ന് വർഗം, അവർ യഥേഷ്ടം മാരണപ്രവൃത്തികൾ അനുഷ്ഠിച്ചിട്ട് അവരാണ് കുഫർ വിലക്ക് വാങ്ങിയത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് അവർ സിഹ്ർ പഠിപ്പിച്ചു എന്നാണ്. അത് കുഫറാണ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള കുഫറിൽ അത് ഉപയോഗപ്പെടുത്തുന്ന, അതിന് വളം വെക്കുന്ന, അതിലൂടെ മറുമരുന്ന് കണ്ടെത്താൻ അതിനു വേണ്ടി നടക്കുന്ന ആളുകൾ, അവരെ സംബന്ധിച്ചിടത്തോളം അവർ മഹാവിപത്തിലാണ്. ലാ യുഫ്ലിഹു സാഹിറു ഹൈസു അത. മാരണക്കാരൻ എന്തെത്തിച്ചോ അത് അയാൾക്ക് വിജയമില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. മൻ അത കാഹിനൻ ഔ മൻ അത അറാഫൻ ഔ കാഹിനൻ, ചില റിവായത്തുകളിൽ പിന്നെ സുമ്മ സഅലഹു ഫസദ്ദഖഹു ഫഖദ് കഫറ ബിമാ ഉൻസില അലാ മുഹമ്മദ്. മാരണക്കാരെ, അതേപോലെ ഈ ജ്യോത്സ്യന്മാരെ, ഭാവി പ്രവചിക്കുന്നവരെ സമീപിക്കുകയും അവരോട് ചോദിക്കുകയും അവർ പറയുന്നത് സത്യപ്പെടുത്തുകയും ചെയ്യുന്നവർ മുഹമ്മദ് നബിക്ക് അവതീർണമായതിലെല്ലാം അവിശ്വസിച്ചിരിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സിഹ്ർ, അതുപോലെ സിഹ്ർ ചെയ്യുന്ന സാഹിര്യങ്ങൾ, മാരണക്കാർ, അവർ കാഫിര്യങ്ങളാണ്, കുഫറിൻ്റെ വാക്താക്കളാണ്. നമ്മൾ, അള്ളാഹു നമ്മളെ കാക്കട്ടെ, നഊദു ബില്ലാഹ്, അവരോട് പോയിട്ട് ചോദിക്കുക, അവർ പറയുന്നത് വിശ്വസിക്കുക, അവർ മറുമരുന്നായി പറഞ്ഞു കൊടുക്കുന്നത് പ്രയോഗവൽക്കരിക്കുക. ഇതൊന്ന് ഈമാനുള്ള മുഅ്മിനീങ്ങളായ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയ മുസൽമാന് പാടുള്ളതല്ല. അതൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹയെ ഹനിക്കുന്ന കർമ്മങ്ങളിൽപ്പെട്ടതാണ് എന്നാണ് നമ്മൾ ഇന്നിവിടെ കേൾക്കുകയുണ്ടായത്. ഇതേപോലെ തവാഫുമായി ബന്ധപ്പെട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വല്യത്തവഫു ബിൽ ബൈത്തുൽ അതീഖ്. അൽ ബൈത്തുൽ അതീഖിനെ അവർ തവാഫ് ചെയ്യട്ടെ. അൽ ബൈത്തുൽ അതീഖ് എന്ന് പറഞ്ഞാൽ കാബയാണ്. കാബക്കാണ് തവാഫ്, കാബയ്ക്ക് ചുറ്റുമാണ് തവാഫ്. അത് തവാഫാകുന്ന ഇബാദത്ത് എടുക്കുവാനുള്ള സ്ഥലമാണ്, അല്ലാതെ കാബത്തിനുള്ള ഇബാദത്താണെന്നല്ല. പിന്നെയോ കാബത്തിങ്കലാണ് തവാഫ് എന്ന അള്ളാഹുവിനുള്ള ഇബാദത്ത്. ഇന്നമാ ജുഇല തവാഫ് ഹൗലൽ കാബ വസ്സഅയു ബൈന സഫ വൽ മർവ വറമിയുൽ ജിമാർ ലി ഇഖാമത്തി ദിക്രില്ലാഹ്. കാബയ്ക്ക് ചുറ്റും തവാഫ് നിശ്ചയിക്കപ്പെട്ടത് അള്ളാഹുവിനുള്ള ദിക്ർ നിലനിർത്താനാണ്. അതുകൊണ്ട് അള്ളാഹ്ക്കുള്ള ഇബാദത്താണ് തവാഫ്. ആ തവാഫ് നിർവഹിക്കുവാനുള്ള സ്ഥലമാണ് കാബയുടെ പരിസരം, കാബയ്ക്ക് ചുറ്റും. ഈ ഇബാദത്ത് പലരും കാബല്ലാത്ത പല കേന്ദ്രങ്ങളിലും നടത്തുന്നു. എന്തിനാണ് ആ സ്ഥലങ്ങളെ ആളുകൾ തിരഞ്ഞെടുക്കുന്നത്? ഖബറുകൾ, മഖാമുകൾ, അതിനു ചുറ്റും പ്രദക്ഷിണാണ്, വലം വെക്കലാണ്. എന്തിന്? ആ സ്ഥലം, അവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന വ്യക്തി, അയാൾ തൻ്റെ മുറാദുകൾ നേടിത്തരും, ഉദ്ദേശങ്ങൾക്ക് ലബ്ധിയുണ്ടാക്കും, ആഗ്രഹങ്ങളെ സഫലീകരിക്കും എന്നുള്ള വിശ്വാസമാണ്. അതുകൊണ്ടാണ് അത്തരം കേന്ദ്രങ്ങളിൽ തവാഫ് അത് കുഫ്റും ശിർക്കുമാണ് എന്ന് പണ്ഡിതന്മാർ ഉണർത്തുന്നത്. ഇതേപോലെ അല്ലാഹു അല്ലാത്തവരോട് സത്യം ചെയ്യുന്ന വിഷയം, മൻ ഹലഫ ബിഗൈരില്ലാഹ് ഫഖദ് കഫറ ഔ അശ്റക്.
അള്ളാഹു അല്ലാത്തവരെ കൊണ്ട് സത്യം ചെയ്താൽ അവൻ കുഫർ ചെയ്തു, ഷിർക്ക് ചെയ്തു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അപ്പോൾ അള്ളാഹു അല്ലാത്തവരോട് സത്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ഷിർക്ക് ചെയ്തു, കുഫർ ചെയ്തു. അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദിനെ നിരക്കണ പ്രവൃത്തിയല്ല. ഇതേപോലെ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ആശയത്തിന് തേട്ടത്തിന് നിരക്കാത്ത പ്രവൃത്തികൾ പലതും പല മുസ്ലിമീങ്ങളുടെയും അടുക്കലുണ്ട്. അത് സൂക്ഷിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നിർവഹിച്ചൊരു ദുആ നമ്മൾ കേട്ടു. ഇബ്രാഹിം നബി അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണ്. അള്ളാഹുവിനെ വിളിച്ചിട്ട് പറയുന്നത് വജ്നുബ്നി വബനിയ അൻ നഅബ്ദൽ അസ്നാം. ഖലീലുല്ലാഹ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയാണ്, വജ്നുബ്നി, അള്ളാഹുവെ നീ എന്നെ ദൂരപ്പെടുത്തേണമേ, അകറ്റേണമേ, വബനിയ എൻ്റെ സന്തതികളെയും അകറ്റേണമേ, അൻ നഅബ്ദൽ അസ്നാം ഞങ്ങൾ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നതിൽ നിന്ന്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം മക്കളാരാ? ഇസ്മായിൽ, ഇസ്ഹാഖ്, പേരക്കുട്ടി യാക്കൂബ്, പിന്നെ യൂസുഫ്. ഇവരൊക്കെ എന്നെയും എൻ്റെ മക്കളെയും ഞങ്ങൾ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നതിനെ തൊട്ട് അകറ്റേണമേ എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ദുആ ഇറക്കുമ്പോൾ ഷിർക്ക് വരുന്നതിനെ തൊട്ടുള്ള പേടിയാണത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പ്രഖ്യാപിച്ച മുമ്പന്മാരിൽ ഒരാളാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഒന്നാമന്മാരിൽ ഒരാളാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ആദർശ ശുദ്ധിയും തൗഹീദി നിഷ്ഠയും അതാർക്കും പറഞ്ഞറിയിക്കേണ്ട കാര്യമല്ല. അങ്ങനെയുള്ള ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഷിർക്കിനെ ഭയന്ന്, തൻ്റെ വിഷയത്തിൽ ഷിർക്കിനെ ഭയന്ന് ഇങ്ങനെ ദുആ ചെയ്തിട്ടുണ്ട് എങ്കിൽ പിന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ട് ആർക്കാണ് ഷിർക്കിൻ്റെ വിഷയത്തിൽ നിർഭയപ്പെടാൻ സാധിക്കുക? ചിലരങ്ങനെയാണ് അത് അവതരിപ്പിക്കൽ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹ് വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു എന്ന് പ്രഖ്യാപിച്ചവർ, അവരിൽ നിന്ന് എങ്ങനെയാണ് ഷിർക്ക് വരുന്നത്, അതെങ്ങനെയാണ് ഷിർക്കാകുന്നത് എന്ന് പറഞ്ഞിട്ട് വളരെ ഈസി ആയിട്ട് കാണാൻ സാധിക്കും. ഇബ്രാഹിമു തൈമി പറയാണ്, അറിയപ്പെട്ട ഒരു പണ്ഡിതൻ ഇബ്രാഹിമു തൈമി പറയാണ്, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഈ ദുആ എടുത്ത് ഉദ്ധരിച്ചിട്ട് പറയാണ്, മയ്യമനുൽ ബല ബഅദ ഇബ്രാഹിം. ഇബ്രാഹിം നബി ഇങ്ങനെ ദുആ ചെയ്തിട്ടുണ്ട് എങ്കിൽ ഷിർക്കാകുന്ന പരീക്ഷണത്തെ തൊട്ട് ആർക്ക് നിർഭയപ്പെടാനാവും? ആർക്ക് നിർഭയപ്പെടാനാകും? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പ്രഖ്യാപനം നടത്തിയിട്ട് പിന്നെ ഒരു മുസീബത്തും ഭയക്കണ്ട. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ ജീവിച്ച നാളിൽ തിരുനബിയുടെ മുമ്പിൽ വെച്ച് കലിമ ചൊല്ലിയവർ പലരും പരീക്ഷിക്കപ്പെട്ടിട്ടില്ലേ? അബ്ദുല്ലാഹി ഇബ്നു ഉബൈ ഇബ്നു സുലൂലിൻ്റെ ചരിത്രം അറിയില്ലേ? മുസൈലിമത്തുൽ കദ്ദാബ്, അതേപോലെ തന്നെ ഉബൈദ് ഇബ്നു ജഹ്ഷിനെ പോലുള്ളവരൊക്കെ, അവരുടെയൊക്കെ ചരിത്രം എന്താ? കപട വിശ്വാസികളുടെ ഒരു ലിസ്റ്റ് തന്നെ ഹുദൈഫത്തുൽ യമാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിയിച്ചിട്ടില്ലേ? കപട വിശ്വാസികൾ എങ്ങനെയുള്ള കപട വിശ്വാസികൾ? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വലാ തുസല്ലി അലാ അഹദിൻ മിൻഹും മാത അബദൻ വലാ തഖും അലാ ഖബ്രിഹി ഇന്നഹും കഫറു ബില്ലാഹി വബിറസൂലിഹി. കപട വിശ്വാസികളിൽ നിന്ന് മരണപ്പെട്ടവർക്ക് ഒരിക്കലും നിങ്ങൾ നിസ്കരിക്കരുത്, മയ്യത്ത് നിസ്കരിക്കരുത്. വലാ തഖും അലാ ഖബ്രിഹി, അവരുടെ ഖബറിങ്ങൾ നിങ്ങൾ നിൽക്കുകയും ചെയ്യരുത്. എന്തിനാ ഖബറിങ്ങൾ നിൽക്കുന്നത്? അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ്. അവർക്ക് നിസ്കരിക്കാൻ പാടില്ല, അവർക്ക് വേണ്ടി ദുആ ഇറക്കാനും പാടില്ല. കാരണം എന്താ? ഇന്നഹും കഫറു ബില്ലാഹ്, അവർ അള്ളാഹുവിൽ അവിശ്വസിച്ചിരിക്കുന്നു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൻ്റെ കാരണം പറഞ്ഞത്. ആരാ ഈ ആളുകൾ? കപടന്മാർ. റസൂലുള്ളാഹിന്റെ മുമ്പിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയവരും ഇസ്ലാം സ്വീകരിച്ചവരല്ലേ? അവർ പരീക്ഷണത്തിൽ അകപ്പെട്ടില്ലേ? കുഫർ എന്ന വിശേഷണം അവരിൽ വന്നില്ലേ? പിന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി ചൊല്ലിയിരിക്കുന്നു പറഞ്ഞിട്ട് എല്ലാ കുഫറിൻ്റെ പ്രവർത്തനം ചെയ്യാൻ ആളുകൾക്ക് പിന്നെ ഈ അയഞ്ഞ ഫത്വ കൊടുക്കുന്ന ആളുകൾ വളരെയധികം സൂക്ഷിക്കേണ്ടതുണ്ട്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആദർശ പിതാവ്, ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ദുആയാണ് നമ്മൾ കേൾക്കേണ്ടത്. അതുകൊണ്ട് വളരെയധികം ഇത്തരം കാര്യങ്ങളെ സൂക്ഷിക്കണം എന്നാണ് നമ്മുടെ ഖത്തീബ് ഇന്ന് നമ്മളോട് ഓതിയതായ വസിയത്ത്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധനക്കർഹൻ അള്ളാഹു മാത്രം എന്ന ആ പ്രഖ്യാപനം, അതിനെ മാറ്റുകൂട്ടുന്ന പ്രവൃത്തികളും നമ്മൾ കേൾക്കേണ്ടായി. അതാണ് നമസ്കാരത്തിൻ്റെ വിഷയം, ഇസ്തിഗ്ഫാറിൻ്റെ വിഷയം, തൗബയുടെ വിഷയം, ദഅവത്തിൻ്റെ വിഷയമൊക്കെ അദ്ദേഹം പറഞ്ഞത് നമ്മൾ കേട്ടത് രണ്ടാമത്തെ ഖുതുബയിൽ. നമസ്കാരം, അതിൽ അലംഭാവം പാടില്ല. ജമാഅത്തായിട്ട് നമസ്കരിക്കുന്നതിൽ വീഴ്ച വരുത്താൻ പാടുള്ളതല്ല. ഹയ്യ അലൽ സ്വലാഹ്, ഹയ്യ അലൽ ഫലാഹ്, വിജയത്തിലേക്ക് വരൂ, നമസ്കാരത്തിലേക്ക് വരൂ എന്ന് പറയുമ്പോൾ നമസ്കാരത്തിന് പള്ളിയിലെത്താതെ ജമാഅത്ത് ഉപേക്ഷിക്കുന്ന അലസന്മാർ, അതൊരു തരം കപടതയാണ്. അത് സൂക്ഷിക്കണം. നമസ്കാരം ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അത് കുഫറാണ്. ആ കുഫർ സൂക്ഷിക്കേണ്ടതുണ്ട്. കർമ്മങ്ങൾ കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശത്തെ നമ്മൾ മാറ്റുകൂട്ടേണ്ടതുണ്ട്. അതേപോലെ ദഅവത്ത്, വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് ദഅവത്ത് നടത്തുന്നതിനേക്കാൾ നല്ല വാക്ക് പറഞ്ഞവൻ ആരുണ്ട് എന്ന് അള്ളാഹു ചോദിക്കുമ്പോൾ ആ ചോദ്യം ദഅവത്തിൻ്റെ മഹത്വവും അതിൻ്റെ ഗാംഭീര്യവുമാണ് അറിയിക്കുന്നത്. അതിനാണ് ആ ചോദ്യം. അപ്പോൾ
ദഅവത്തിൽ സജീവമാവുക, ആളുകൾക്ക് ദഅവത്ത് എത്തിക്കുന്നതിൽ അമിത താല്പര്യമുള്ളവരാവുക. അത് ശ്രേഷ്ഠ കർമ്മമാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹയെ മാറ്റിക്കൂട്ടുന്ന കർമ്മമാണ്. അതേപോലെ തന്നെ തൗബയും ഇസ്തിഗ്ഫാറും നമ്മൾ കേട്ടില്ലേ? ഖതാദ റളിയല്ലാഹു തആല അൻഹു, ഖതാദ ഇബ്നു ദഅാമ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഒരു വാക്ക് കേട്ടു. എന്താ അതിൽ പറഞ്ഞത്? ഇന്ന ഹാദൽ ഖുർആൻ യദുല്ലുക്കും അലാ ദാഇക്കും വദവാഇക്കും. വിശുദ്ധ ഖുർആനെ കുറിച്ച് പറയാണ്, ഇന്ന ഹാദൽ ഖുർആൻ, ഈ വിശുദ്ധ ഖുർആൻ യദുല്ലുക്കും നിങ്ങൾക്ക് അറിയിച്ചു തരുന്നു, അലാ ദാഇക്കും വദവാഇക്കും, നിങ്ങൾക്കുള്ള രോഗവും നിങ്ങൾക്കുള്ള മരുന്നും, ചികിത്സയും രോഗവും നിങ്ങൾക്ക് അറിയിച്ചു തരുന്ന കിതാബാകുന്നു വിശുദ്ധ ഖുർആൻ. അപ്പോൾ നമുക്കുള്ള രോഗം എന്ത്? ആ രോഗത്തിന് പ്രതിവിധി എന്ത്? അത് ഖുർആൻ അറിയിച്ചു തരുന്നു എന്ന് പറഞ്ഞിട്ട് എന്താ നമ്മളുടെ രോഗം? അമ്മ ദാവുക്കും, നിങ്ങൾക്കുള്ള രോഗം അത് ദുനൂബ്, അത് തെറ്റുകുറ്റങ്ങളാണ്, പാപങ്ങളാണ്. അമ്മ ദവാവുക്കും, നിങ്ങളുടെ ആ രോഗത്തിനുള്ള മരുന്ന് അത് ഇസ്തിഗ്ഫാറും തൗബയുമാണ്, പാപമോചനമാണ്, അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങലാണ്. അത് രണ്ടും വിശുദ്ധ ഖുർആൻ അറിയിച്ചു തരുന്നു എന്നാണ് ഖതാദ റളിയല്ലാഹു തആല അൻഹു പറയേണ്ടായത്. ഒരു പൂർവികൻ പറഞ്ഞു, ഒരു മനുഷ്യൻ്റെ ഖബറിൽ അയാൾക്കുള്ള ഏറ്റവും നല്ല അയൽവാസി അയാളുടെ ഇസ്തിഗ്ഫാറാണ്. അപ്പോൾ നമ്മൾ മരണം വരിച്ച് അള്ളാഹുവിലേക്ക് യാത്രയാകുമ്പോൾ അള്ളാഹുവിനോടുള്ള പാപമോചനത്തേട്ടം അതാണ് ഇസ്തിഗ്ഫാർ. അസ്തഗ്ഫിറുല്ലാഹ് അല്ലെങ്കിൽ അസ്തഗ്ഫിറുല്ലാഹ് വ അതൂബു ഇലൈഹി എന്നത് നമ്മളുടെ വരുമാനമായിട്ട്, നമ്മളുടെ സൽക്കർമ്മങ്ങളുടെ രേഖയിൽ കൂടുതലായിട്ട് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അത് ഖബറിൽ നമുക്ക് നല്ല ഇണയും അതേപോലെ തന്നെ നമുക്ക് നല്ല അയൽപ്പക്കവുമാണ് എന്നാണ് പറയേണ്ടത്. അപ്പോൾ ഇസ്തിഗ്ഫാറിനെ വർദ്ധിപ്പിച്ച്, തൗബയെ വർദ്ധിപ്പിച്ച്, ദഅവത്തിൽ സജീവമായി, നമസ്കാരം അത് കൃത്യമാക്കി അതിൽ കൃത്യനിഷ്ഠയുള്ളവരായി, അതേപോലെ തന്നെ ഇതര സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ടുള്ളതായ ഒരു ജീവിതം, അത് നമ്മുടെ ലാ ഇലാഹ ഇല്ലല്ലാഹയെ മാറ്റുകൂട്ടുന്ന, ആ ആദർശത്തെ മുഞ്ചാക്കുന്ന കർമ്മങ്ങളാണ്. ആ കർമ്മങ്ങളിൽ നമ്മൾ സജീവ തൽപരരാവുക എന്ന വസിയത്ത് കൂടിയാണ് നമ്മളിവിടെ കേൾക്കുകയുണ്ടായത്. മേലായ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും എല്ലാവിധ നന്മകൾക്കും അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബിൻ്റെ തൗഫീഖേകി റബ്ബ് നമ്മളെ എല്ലാവരെയും തുണക്കുമാറാവട്ടെ. അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കുവാനുള്ള ആയുരാരോഗ്യം അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഏറ്റി നൽകുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മഹദ്മായ ഫദ്ലിനാൽ നമ്മുടെ തെറ്റുകുറ്റങ്ങൾ പൊറുക്കുമാറാവട്ടെ, നമ്മുടെ വീഴ്ചകളെ നികത്തുമാറാവട്ടെ. നമ്മെ നോക്കി വരുന്ന മുസീബത്തുകൾ അള്ളാഹു നമ്മളിൽ നിന്ന് വഴിമാറ്റുമാറാവട്ടെ. നമ്മുടെ ദുആക്ക് വസിയത്ത് ചെയ്തവരുടെ നല്ല ഉദ്ദേശങ്ങൾ അള്ളാഹു നിറവേറ്റി കൊടുക്കുമാറാവട്ടെ. രോഗം കൊണ്ട് വലയുന്നവരുടെ രോഗങ്ങൾക്ക് അള്ളാഹു ഷിഫയും ആഫിയത്തും കനിയുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല രോഗം കൊണ്ട് വലയുന്നവരുടെ രോഗങ്ങൾക്ക് ഷിഫയും ആഫിയത്തും കനിയുമാറാവട്ടെ. അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കുവാനുള്ള ആയുരാരോഗ്യം അവർക്കും നമുക്കും അള്ളാഹു ഏറ്റി നൽകുമാറാവട്ടെ. നമ്മളിലൂടെ നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു കൺകുളിർമ വർദ്ധിപ്പിക്കുമാറാവട്ടെ. നമുക്ക് നമ്മുടെ ഇണകളിലൂടെ മക്കളിലൂടെ അള്ളാഹു കൺകുളിർമയേറ്റി അവരെയും നമ്മയും അള്ളാഹു ഇഹത്തിലും പരത്തിലും ആദരിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ പുണ്യത്തിൻ്റെ വേദിയിൽ നമ്മളെ സമ്മേളിപ്പിച്ചതുപോലെ സ്വർഗത്തിൻ്റെ ഉന്നതങ്ങളിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അയൽവാസികളായി ഒത്തുകൂടുവാൻ നമ്മളെ എല്ലാവരെയും ആദരിക്കുമാറാവട്ടെ. ആ തിരുനബിയുടെ ഷറഫാക്കപ്പെട്ട കരങ്ങളിൽ നിന്ന് കൗസർ കുടിച്ച് സ്വർഗത്തിൻ്റെ ഉന്നതങ്ങളിലേക്ക് കുതിച്ചുയരുവാൻ അള്ളാഹു നമ്മളെ എല്ലാവരെയും സഹായിക്കുമാറാവട്ടെ. നമുക്ക് നിർഭയത്വമുള്ള മരണം അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മൾ എത്തിപ്പെടുന്ന കബറിടങ്ങൾ അള്ളാഹു അവൻ്റെ ഒരു കാരുണ്യത്തിൻ്റെ റൗദയാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. കബറിടങ്ങളിൽ നിന്ന് നബിമാരുടെ കൂട്ടത്തിലേക്ക് ഉയർത്തെഴുന്നേൽക്കുവാൻ അള്ളാഹു നമ്മളെ എല്ലാവരെയും സഹായിക്കുമാറാവട്ടെ. ഹിസാബും അദാബും ഇല്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രിക്കീൻ വദമ്മിർ അഅദാഅക അഅദാഅൽ മില്ലത്തി വദ്ദീൻ. അല്ലാഹുമ്മ ഇഹ്ഫദ് ലിഹാദിഹിൽ ബിലാദി അംനഹ. അല്ലാഹുമ്മ ഇഹ്ഫദ് ലിഹാദിഹിൽ ബിലാദി റിജാല അംനിഹ. അല്ലാഹുമ്മ ഇഹ്ഫദ് ലിഹാദിഹിൽ ബിലാദി അഖീദതഹ വഖിയാദതഹ إنك ولي ذلك والقادر عليه يا حي يا قيوم يا ذا الجلال والإكرام. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وآخر دعوانا أن الحمد لله رب العالمين.